കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂർ അമ്പലത്തിൽ പുതിയ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്, ദർശനത്തിൻ്റെ സ്ഥലം മാറ്റം ഒക്കെയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രാദേശികത്തിനുള്ളത്, അതായത് ഇവിടെ ഗുരുവായൂരുള്ള പ്രദേശവാസികൾക്ക് അവർക്ക് ബാക്ക് സൈഡിലായിരുന്നു, അതായത് പടിഞ്ഞാറേ നടയിൽ നിന്നായിരുന്നു ടോക്കൺ, അതായത് അതിലാണ് വിട്ടിരുന്നത്. ടോക്കണും എല്ലാതും കൂടി ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് മാറ്റി ആദ്യം ഉണ്ടായിരുന്ന പോലെ അയ്യപ്പൻ്റെ നടയിൽ കൂടെ, അയ്യപ്പൻ്റെ നടയുടെ അവിടെ നിന്ന് അവർക്ക് സുഖ ദർശനത്തിനുള്ള സൗകര്യമായി. അതാണ് ഒന്നാമത്തെ കാര്യം. പ്രാദേശികക്കാർക്ക് വീണ്ടും അയ്യപ്പൻ്റെ നടയിലൂടെ ചെന്നാൽ ദർശന സൗകര്യം ആയി. അതുപോലെ ചോറൂണ് കഴിഞ്ഞ 6 മാസം വരെ പ്രായമുള്ള കുട്ടിക്കും ആ കുട്ടിയെ തൊഴിയിക്കാനായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റ് 2 പേർക്ക്, ആ കുട്ടിയും മറ്റ് 2 പേരും, കുട്ടിയുടെ കൂടെ 2 പേർക്ക് അതേപോലെ അയ്യപ്പൻ്റെ ആ നടയിലൂടെ ചെന്നാൽ തൊഴാനുള്ള സൗകര്യമായി. അതിനുപരി സീനിയർ സിറ്റിസൺ ആദ്യം ഉണ്ടായിരുന്നത് പടിഞ്ഞാറ നടയിൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ വേറെ ചെയ്തിരുന്നു. അതായത് ഭഗവതി നടയുടെ പുറത്ത് ആ സീനിയർ സിറ്റിസന് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യത്തോടു കൂടി ആണ് സീനിയർ സിറ്റിസൻ്റെ ക്യൂ വരുന്നത്. അവിടുന്ന് അവരെ നിർത്താതെ, അതായത് അധികം ബുദ്ധിമുട്ടിക്കാതെ നേരെ കൊടിമരം വഴി, ഫ്ലൈ ഓവർ കയറാതെ കൊടിമരം വഴി 2 വരിയായിട്ട് കറക്റ്റായിട്ടാണ് വിടുന്നത്. അപ്പോൾ വാതിലിൻ്റെ അവിടെയൊന്നും വലിയ പ്രശ്നമില്ലാത്ത അവസ്ഥയിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അധികൃതർ ഇപ്പോൾ. അതുകൊണ്ട് സീനിയർ സിറ്റിസിന് വളരെ മനോഹരമായിട്ട് തന്നെ തൊഴാൻ കഴിയുന്ന അവസ്ഥയാണ്. അതുപോലെ പിന്നീടുള്ളത് VIP ദർശനം. VIP ദർശനത്തിന് ടോക്കൺ കിട്ടാൻ ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റാഫിൻ്റെ ആയാലും ആരുടെ കെയർ ഓഫിലാണോ വരുന്നത് എങ്കിലും വരുന്ന ആൾ 5 പേരുണ്ടെങ്കിൽ അതിലൊരാൾക്കെങ്കിലും ആധാർ, ആരുടെ പേരിലാണോ അവിടെ എഴുതിയിട്ടുള്ളത് അവരുടെ ആധാർ നിർബന്ധമാണ്. അത് തുലാഭാര കൗണ്ടറിനപ്പുറത്തുള്ള ഗോപുരം മാനേജരെ കാണിച്ചാൽ, അവിടെ ഒരു ചെറിയ ക്യൂ ഉണ്ടാവും. ആ ക്യൂവിലൂടെ ചെന്ന് ഗോപുരം മാനേജരെ കാണിച്ചാൽ ആധാറും പേരും പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് ആ ടോക്കൺ എഴുതി തരും. ആ ടോക്കണിൽ ഉള്ള പേരുള്ള ആധാറുകാരനാണ് പടിഞ്ഞാറേ നടയ്ക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ആ ദീപസ്തംഭത്തിൻ്റെ ഇപ്പുറത്ത് കൂടെയാണ് ആ ടോക്കൺ വിടുന്നത്. അത് പലരും ചോദിക്കുന്നുണ്ട്, ഇതിന് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് വീണ്ടും വന്നത്. നമ്മൾ ആദ്യം ചെയ്തിരുന്നു, ആ വീഡിയോയ്ക്ക് അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കാരണമാണ് വീണ്ടും ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിലൂടെ പോകാൻ കഴിയും. അതുപോലെ നാമജപം ഉണ്ടായിരുന്നു. രാവിലെ നമ്മുടെ വടക്കേ വശത്തായിരുന്നു, വടക്കേ നടയുടെ അടുത്തായിരുന്നു നാമജപം ഉണ്ടായിരുന്നത്. അതിനെ ഇപ്പോൾ അവിടെ കുളിച്ചു വരാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ട് ഇപ്പോൾ പടിഞ്ഞാറേ നടയിൽ മുകളിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ദേവസ്വം. അപ്പോൾ അവിടെയാണ് ശിവേലിക്കൊപ്പം പോകുന്നത് വരെയുള്ള നാമജപക്കാർ അവിടെയാണ് കേട്ടോ. മുൻപ് സപ്താഹം അതേപോലെ ഭജന ഹാളൊക്കെ ആ ഭജന ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നീടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ താമരക്കണ്ണൻ, അതായത് കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണൻ ഉണ്ടായിരുന്നത് ഗ്രില്ലിനപ്പുറത്ത്, അതായത് നാലമ്പലത്തിൽ കടന്നാൽ തൊഴുത് ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റ് വടക്കേ നട എത്തുന്നതിൻ്റെ മുൻപ് ഒരു ഗ്രില്ല് കാണാം. ആ ഗ്രില്ലിനപ്പുറത്തായിരുന്നു താമരക്കണ്ണൻ ഉണ്ടായിരുന്നത്. അതിനെ ഇപ്പോൾ ഓവിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്.
അവിടെ ചുമരിലാണ് താമരയിലുള്ള ആ കണ്ണൻ, അതായത് കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മണിക്കിണറിൻ്റെ അവിടേക്ക് പ്രവേശനം വളരെ ദുർലഭമായിട്ടേ കിട്ടൂ, അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, അതായത് നൃത്താറയിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നർത്ഥം. അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നൃത്താറയിലുള്ള കിടാവിളക്ക് നമുക്ക് ഏകാന്തമാണെങ്കിലും സോപാനമാണെങ്കിലും സോപാനത്തിൻ്റെ ആ കോർണറിൽ എത്തുന്നതിൻ്റെ മുൻപ് തിരിഞ്ഞു നോക്കിയാൽ കാണാം. അതായത് മണിക്കിണറിൻ്റെ പടിഞ്ഞാറ് വശത്തെ വടക്ക് വശത്തേക്ക് നോക്കിയാൽ കാണാവുന്നതാണ് കിടാവിളക്കാണ്. പിന്നെ അതുപോലെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ തുലാഭാരം ചോറൂണൊക്കെ പുറത്തേക്ക് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സാധാരണ സ്ഥലത്ത് തന്നെയാണ്. അടുത്ത് തന്നെ ഇനിയും മാറ്റങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വാതിലിന് വീതി കൂട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് അറിയിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. സീനിയർ സിറ്റിസന് ഭഗവതി നടയിൽ പുറത്ത് കിഴക്കേ നടയിലാണ്. അതേപോലെ പ്രാദേശികം അകത്ത് അയ്യപ്പൻ്റെ അവിടെയാണ്. ടോക്കൻ പടിഞ്ഞാറേ നടയിൽ നിന്ന് വരുന്ന ഭാഗത്താണ്. നാമജപം പടിഞ്ഞാറേ നടയിൽ മുകളിലാണ് എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ അറിവാണെങ്കിലും അല്ലെങ്കിലും, കാരണം ഇവിടെ ധാരാളം ആളുകൾ ചോദിച്ചതിൻ്റെ പ്രകാരമാണ്. കുറച്ച് പേർക്കൊക്കെ അറിയുമായിരിക്കാം, എന്നാലും അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.